വർഷങ്ങൾക്ക് മുമ്പ് ഇറ്റലിയിലെ ലാൻസിയാനോയിൽ ഒരു വൈദികന് വിശുദ്ധ ബലിക്കേണ്ട ഒരു സംശയം ഉണ്ടായി. ഇതൊക്കെ വല്ല നടക്കുന്ന കാര്യമാണോ, ഇതൊക്കെ വല്ല ഉള്ളതാണോ? അന്നാണ് ആദ്യത്തെ ദിവ്യകാരുണ്യ അത്ഭുതം പിറവിയെടുത്തത്. കുർബാനയ്ക്കിടെ വൈദികന്റെ കരങ്ങളിൽ ഈ അപ്പം യഥാർത്ഥ മാംസമായിട്ടും ഈ വീഞ്ഞ് യഥാർത്ഥ രക്തമായിട്ടും രൂപാന്തരപ്പെടുകയാണ്. പിന്നീട് നടന്ന ശാസ്ത്രീയ പരിശോധനകൾക്കൊടുവിൽ ഇത് യഥാർത്ഥ മാംസവും യഥാർത്ഥ രക്തവുമാണെന്ന് കണ്ടെത്തുകയുണ്ടായി. നീണ്ട 12 ശതാബ്ദങ്ങൾ കഴിഞ്ഞിട്ടും ഈ മാംസവും രക്തവും ഇന്നും കേടുകൂടാതെ തുടരുന്നു എന്നുള്ളത് ഒരു അസാധാരണ പ്രതിഭാസമായിട്ട് തുടരുകയാണ്. ഇന്നത്തെ സുവിശേഷത്തിൽ ഈശോ പറയാണ്, എൻ്റെ ശരീരവും രക്തവുമാണിത്, ഇത് നിങ്ങൾ ഭക്ഷിക്കണമെന്ന് പറയുമ്പോൾ യഹൂദർക്കിടയിൽ തർക്കമുണ്ടാവുകയാണ്. ഈശോയെ സ്വീകരിച്ചിട്ട് പുറത്തേക്ക് ഇറങ്ങുന്ന എൻ്റെ പെരുമാറ്റത്തിൽ എന്തുകൊണ്ട് മാറ്റമുണ്ടാകുന്നില്ല? ഈശോയെ സ്വീകരിച്ചിട്ട് പുറത്തേക്ക് ഇറങ്ങുന്ന എൻ്റെ സംസാരത്തിൽ എന്തുകൊണ്ട് മാറ്റമുണ്ടാകുന്നില്ല? എല്ലാ ദിവസവും ഈശോയെ തിന്നിട്ടും എന്തുകൊണ്ട് ഞാനൊരു ക്രിസ്തുവായിട്ട് മാറുന്നില്ല?